അവിടെ പോണ കാറിന്റെ അത് അറിയണ്ടില്ല. ആ ഇത് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയിലെ 1818 സെക്സ് സ്റ്റാൻഡ് എന്ന് പറയും. ഒപ്റ്റിക്കൽ സെക്സ് സ്റ്റാൻഡ് എന്ന് പറയും. ഇതന്ന് കപ്പലിലൊക്കെ യൂസ് ചെയ്തിരുന്നു. ഇത് ഡയറക്ഷൻ നോക്കാൻ വേണ്ടി. ഇത് എന്ത് മെറ്റീരിയൽ ആണ്? ഇത് ബ്രാസ് ആണ്. ബ്രോൺസ്. ഓക്കെ. അന്നത്തെ ആളുകളൊക്കെ പറയും ഈ വാട്ടർ ക്ലോക്ക് എന്ന് പറയും. കണ്ടു കഴിഞ്ഞാല് വെള്ളം പോലെ ഉണ്ടാവും. ഇത് ആക്ച്വലി ഇത് ഗ്ലാസ് ആണ്. ഈ വിശ്വാസങ്ങളാണ്. ഈ ലക്ഷ്മി ദേവിന്റെ ഫോട്ടോകളല്ലേ കൈപ്പിടിയായിട്ട് ഇങ്ങനെ വെക്കും. അന്നത്തെ വലിയ വലിയ പണക്കാരൊക്കെ അവരെ വീട്ടിലൊക്കെ ഇങ്ങനെ വെക്കും. എക്സ്പെൻസ് അല്ലേ, സാധാരണക്കാർക്കൊന്നും കിട്ടൂലല്ലോ. നമ്മള് സാധാരണക്കാർക്ക് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ കിട്ടും. நான் ரீசெண்டாக சாய்பாபா காலனி போயிருந்தேன். அப்போ வந்துட்டு இங்கே வின்டேஜ் ஒரு 100 வருஷம் பழமையான ப்ராடக்ட்ஸ் எல்லாம் வந்துட்டு ரோட்டில் வச்சு சேல் பண்ணிருந்தாங்க. இதெல்லாம் பார்த்தீங்கன்னா ஒரிஜினல் ஆட்டோ இல்லை, ஆனால் ரியலிஸ்டிக்காக இருக்குது பார்க்குறக்கல. இதெல்லாம் இந்த குச்சி எங்கடி அங்கே எடுத்துட்டு இருக்கேன். ഇപ്പൊ ടൈറ്റ് ആയി. ഓക്കെ, ഇതാണ് ഇതിന്റെ ചാവി. ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മതി. സൗണ്ട് ഇത്ര വരുള്ളൂ. അന്ന് ഇതൊക്കെ യൂസ് ചെയ്യുന്ന വെച്ചാൽ പണക്കാരെ യൂസ് ചെയ്യല്ലേ. ഡെലിവറി ഒക്കെ ചെയ്യുമോ നമ്മ വേണമെന്ന് വെച്ചാൽ? വേണമെന്ന് വെച്ചാൽ ഡെലിവറി. ഓക്കെ സാർ, ഏട്ടനെ വേണമെന്ന് വെച്ചാൽ ഇവിടെ കോൺടാക്ട് ചെയ്താൽ കിട്ടും. ഇവിടെ ഉണ്ടാവും, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഈ ലൊക്കേഷൻ വന്നാൽ നമുക്ക് എന്തായാലും ഈ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടാവും. വേറെ എന്തൊക്കെ വന്നിട്ട് ഇൻട്രസ്റ്റിംഗ് നമ്മൾക്ക്? ഇൻട്രസ്റ്റ് പിന്നെ എന്താ ബൈനോക്കുളും ഉണ്ട്. ഇതൊക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിന്റെ 1818. ഇതൊക്കെ ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അപ്പുറമുള്ളതൊക്കെ നോക്കാം. 3 കിലോമീറ്റർ വരെ പോകും. ഒന്ന് നോക്കട്ടെ, സൂം ചെയ്യണം കേട്ടോ. സൂം ചെയ്യുന്നല്ലേ ചെറിയൊരു ഐഡിയ വേണം. ജസ്റ്റ് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ക്ലിയർ ആവുന്നവരെ ജസ്റ്റ് ഒന്ന് അകത്തോട്ട് തള്ളി കൊടുക്കുക. അകത്തോട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ തള്ളി കൊടുക്കുമ്പോൾ ക്ലിയറായി ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങനെ ക്ലിയർ ആവുന്നത് വരെ ജസ്റ്റ് തള്ളി കൊടുത്താൽ മതി. ഓക്കെയാണ്, നോക്കി നോക്കി. ഇല്ലാന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ബാക്കോട്ട് വലിച്ചിട്ട് ഒന്ന് തള്ളി കൊടുത്താൽ മതി. ഫുള്ളായിട്ട് ബാക്കോട്ട് വലിച്ചിട്ട് ഒന്ന് തള്ളി. അവിടെ പോണ കാറിന്റെ അത് അറിയണ്ടില്ല. ഇത് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയിലെ 1818. വേറെ എന്തൊക്കെ ഉണ്ട് ചേട്ടാ? റാന്തലാണ്. ഇത് സ്റ്റിൽ യൂസ് ചെയ്യാം? യൂസ് ചെയ്യാം. ഞങ്ങള് ഐറ്റംസ് ഒന്നും ആരും യൂസ് ചെയ്യൂല. എല്ലാവരും
വീട്ടിൽ അലങ്കാരത്തിനും ഓഫീസിൽ അലങ്കാരത്തിനും വെക്കുന്നത്. ബട്ട് നമ്മൾ യൂസ് ചെയ്യാനും ചെയ്യാം. ചെയ്യാം. ആരും യൂസ് ചെയ്യൂല ഈ ഐറ്റംസ് ഒക്കെ. അവിടെ ഡെക്കറേഷൻ പോലെ. ഡെക്കറേഷൻ ഉണ്ട്. വേറെ ഇതില്ലേ ടൈമർ ഇല്ല? ടൈമർ ഉണ്ട്. ഇത് അരമണിക്കൂർ കിട്ടും. ഹാഫ് ആൻ അവർ. അന്നത്തെ ആളുകളൊക്കെ യൂസ് ചെയ്തിരുന്നത്. രണ്ട് സൈഡും ഇതുണ്ടാകുന്നില്ലേ? രണ്ട് ദിവസം കോമ്പസ് ഉണ്ട്. ഇതെന്ത് പ്രൈസ് ഉണ്ട് കേട്ടോ? പ്രൈസ് പറയണ്ട. പ്രൈസ് പറയണ്ട. പ്രൈസ് എന്താ പറയുക, നമ്മൾ ബാർഗൈൻ ചെയ്തിട്ടല്ലേ, നമ്മളൊരു റേറ്റ് വരും ബാർഗൈൻ ചെയ്തിട്ടുള്ളതാണ്. പ്രൈസ് പറയണ്ട. ഇതെന്താ അവസാനം? ഇത് അന്ന് ഷിപ്പിലൊക്കെ യൂസ് ചെയ്താണ്. എന്താ സ്റ്റെക്ക് സ്റ്റാൻഡ് എന്ന് പറയും. വെർട്ടിക്കൽ സ്റ്റെക്ക് സ്റ്റാൻഡ് എന്ന് പറയും. ഇത് അന്ന് കപ്പലിലൊക്കെ യൂസ് ചെയ്തിരുന്നു. ഇത് ഡയറക്ഷൻ നോക്കാൻ വേണ്ടിട്ട്. ഇത് 1747 ആണല്ലേ? അതെ. ഇതൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ കയ്യിൽ. എങ്ങനെ ഇവിടെ നിന്ന് വേറെ എവിടെയും പ്ലേസിന് ട്രാൻസ്ഫർ ചെയ്യുന്നത്? എങ്ങനെ വേറെ എവിടെയും കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെ കൊണ്ടുപോകും ചോദിക്കുക? ഞങ്ങൾ വണ്ടി കൊണ്ടുപോകും. വണ്ടി ഇട്ട് കൊണ്ടുപോകും. ഇതാണ് ഇതിപ്പം റിപ്പയർ ചെയ്ത് വന്നതാണ്. അതെയാ? ഇത് റേഡിയാണ്. ഇത് വാൾവ് റേഡിയാണ്. ഇതൊക്കെ വീട്ടില് ഇതൊക്കെ മതില് ബ്ലോക്കാണ്. അതുപോലെ ഇതൊക്കെ വിളക്കുകളാണ്. ഇത് ലക്ഷ്മി വിളക്ക്. നല്ല വെയിറ്റ് ഉണ്ട്. ഇത് എന്ത് മെറ്റീരിയൽ ആണ്? ഇത് ബ്രാസ് ആണ്. ബ്രോൺസ്. ഓക്കേ. ഫുള്ള് ബ്രാസ് ആണ്. ഇത് നമ്മൾക്ക് പോളിഷ് ഒക്കെ ചെയ്ത് ഇനി പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ കിട്ടും. ആ കളർ കിട്ടും. കുറച്ച് കഴിയുമ്പത്തിന് പിന്നെ പോകും. ഇതൊക്കെ ഇതിലിട്ട ഡേറ്റിന്റെ മാനുഫാക്ചർ ആണ്. 1888. അതിനും കിടില്ല. ഇത് അന്നത്തെ ആളുകളൊക്കെ പറയും ഈ വാട്ടർ ക്ലോക്ക് എന്ന് പറയും. കണ്ടു കഴിഞ്ഞാല് വെള്ളം പോലെ ഉണ്ടാവും. ഇത് ആക്ച്വലി ഇത് ഗ്ലാസ് ആണ്. വാട്ടർ ക്ലോക്ക് എന്നാ പറയുന്നത്. ഇത് ടൈമർ ആണല്ലേ? അതെ. അല്ല, ഇത് വാട്ടർ ക്ലോക്ക്. ഇത് ക്ലോക്ക് ആണിത്. ക്ലോക്ക് ആണ്. ഇത് ബാറ്ററിയിൽ ഓടുകയാണ്. ഇത് എങ്ങനെ ഓടും? ബാറ്ററിയിൽ ഓടും. ഇത് നമ്മ വീട്ടിൽ അങ്ങനെ കാഴ്ചക്ക് ഇങ്ങനെ വെക്കാല്ലേ? അല്ലല്ല, ഇത് ഡോറിന്റെ കൈപ്പിടിയാണ്. ഡോറിന്റെ കൈപ്പിടി. ഡോർ ഹാൻഡിലാണ്. ഇതൊക്കെ ഡോർ ഹാൻഡിലാണ്. ഇതൊക്കെ ഒരുപാടുണ്ട്. ഇപ്പൊ പോയിപ്പോ ഒരു പീസേ ഉള്ളൂ. ഇത് അല്ലേ? നമ്മൾക്ക് ഇങ്ങനെ ഡോറി വെക്കാല്ലേ? ഡോറിന്റെ അവിടെ ഈ അന്നത്തെ ഈ വിശ്വാസങ്ങളാണ്. ഈ ലക്ഷ്മി ദേവിന്റെ ഫോട്ടോകളല്ലേ, അങ്ങനെ കൈപ്പിടിയായിട്ട് ഇങ്ങനെ വെക്കും. അന്നത്തെ വലിയ വലിയ പണക്കാരൊക്കെ അവരെ വീട്ടിലൊക്കെ ഇങ്ങനെ വെക്കും. ഇത് യൂസ് അതുപോലെ അത് കേരളത്തിലൊക്കെ വെറ്റിലെടുക്കാൻ വേണ്ടി ഇതാ ചായും പൂട്ടൊക്കെ ഉണ്ട്. പൂട്ടിട്ടിടാൻ പോര്. അത് എക്സ്പെൻസ് അല്ലേ. സാധാരണക്കാർക്കൊന്നും കിട്ടൂലല്ലോ. അല്ലേ, നമ്മള് സാധാരണക്കാർക്ക് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ കിട്ടും. അത്രയും കെയർഫുൾ ആയിട്ട് നന്ന ആളുകളൊക്കെ യൂസ് ചെയ്തു. ഇത് ക്ലോക്ക് ആണല്ലേ? ഇത് ക്ലോക്ക് ആണ്. ഇതെന്താ സാധനം? ഇത് അന്നത്തെ ആളുകള് വീടിന്റെ വെളിയിൽ ഭസ്മം പൊട്ടിടാൻ വേണ്ടിട്ട്. അതേപോലെ ഇത് ക്ലോക്ക് ആണ്. ഇത് ഗ്രാൻഡ് ഫാദർ എന്ന് പറയും. ഇതിന്റെ ഉള്ളിലൊക്കെ ഇതൊക്കെ പുതിയതാണ്. ക്ലോക്ക് മരം പഴയതാണ്. ഇതും ഒരു ഇതല്ലേ?